+2 മാത്തമാറ്റിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററായ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. തന്നിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ നമ്മളൊരു ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ കർവ്. ദെൻ വി മാർക്ക് എ പോയിൻ്റ് എ. A point A is given and a tangent is drawn through the point. ആ തന്നിട്ടുള്ള പോയിന്റിലൂടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. കർവിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വരക്കുന്ന ലൈൻസിനാണ് നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടാൻജൻ്റ് ആണ്. Another line is drawn perpendicular to the tangent. That line is called what? Normal line at the point A. അപ്പോൾ ഇത് ടാൻജൻറ്റ് ലൈനാണ്. അതിന് പെർപെൻഡിക്കുലറായി വരച്ചിട്ടുള്ളത് നോർമൽ ലൈനാണ്. ഈ രണ്ട് ലൈനിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് എന്തൊക്കെ വേണം? +1 മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു സ്ലോപ്പ് വേണം, അല്ലേ? അതിൻ്റെ സ്ലോപ്പ് m വേണം. ഒരു പോയിൻ്റ് വേണം. പോയിൻ്റ് നമ്മൾ അവിടെ എടുക്കുന്നത് x1 y1 എന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. പോയിൻ്റ് വേണം. ഒരു പോയിൻ്റ് x1 y1 പോകുന്നതും സ്ലോപ്പ് m ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വി നോ ദാറ്റ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 നമുക്കറിയുന്ന ഇക്വേഷനാണ്. ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. ടാൻജൻറ്റ് ലൈൻ, അതിന് മേലെയുള്ളൊരു പോയിൻ്റ് നമുക്കറിയാം x0 y0. അപ്പോൾ a എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് x0 y0, അതറിയാം. ഇനി അതിൻ്റെ സ്ലോപ്പ്, അത് നമ്മൾ ഡെറിവേറ്റീവിൻ്റെ അപ്ലിക്കേഷനിൽ പറയുന്നുണ്ട്. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് എ പോയിൻറ്റ് അറ്റ് x ഈക്വൽ ടു a എന്ന് പറയുന്നത് f' ആണ്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ a എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ആരാ? x കോർഡിനേറ്റ് x0 ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്തായിരിക്കും? f'(x0) ആയിരിക്കും. നമുക്കൊന്ന് എഴുതാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്, സ്ലോപ്പ് ഓഫ് the tangent at a എന്ന് പറയുന്ന പോയിന്റിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്താണ്? f'(x0) ആണ്. എയുടെ എക്സ് കോർഡിനേറ്റ് ആണ് x0. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് a ഈക്വൽ ടു f'(x0). ദഫോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദഫോ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ്, ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ, ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ഈസ് എങ്ങനെ എഴുതാം? y മൈനസ് y കോർഡിനേറ്റ് എന്താണ്? എയുടെ y0. ഇതിപ്പോൾ y മൈനസ് y0 ഈക്വൽ ടു f'(x0) ഇൻറ്റു x മൈനസ് x0. അപ്പോൾ ഇതാണ് ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ അറ്റ് x ഈക്വൽ ടു x0 ഈസ് y മൈനസ് y0 ഈക്വൽ ടു f'(x0) ഇൻറ്റു x മൈനസ് x0. ഇനി നമുക്ക് കാണേണ്ടത് നോർമൽ ലൈനിൻ്റെ ഇക്വേഷനാണ്. നമുക്ക് ആ ചിത്രം ഒന്നുകൂടി പരിശോധിക്കാം. നോർമൽ ലൈൻ അതേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. നോർമൽ ലൈൻ ഈസ് പാസിങ് ത്രൂ ദി സെയിം പോയിന്റ് ആൻഡ് ഇറ്റ് സ്ലോപ്പ്. അടുത്ത സ്ലോപ്പ് കിട്ടണം, അല്ലേ? ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്? f'(x0) ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് m ആണെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് -1/m ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് f'(x0) ആണ്. അങ്ങനെയാണെങ്കിൽ നോർമൽ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. ദഫോർ സ്ലോപ്പ് ഓഫ് നോർമൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് നോർമൽ ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ -1/f'(x0) ആയിരിക്കും. അപ്പോൾ നമുക്ക് നോർമലിൻ്റെ സ്ലോപ്പ് കിട്ടി. പോയിൻ്റ് ഓൾറെഡി ഉണ്ട്, അല്ലേ? x0 y0 എന്ന് പറയുന്ന a എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ ഉണ്ട്. Therefore, we can write the equation of the normal.
Therefore, equation of the normal line. Equation of the normal line is y minus y naught. സെയിം പോയിൻ്റ് ആണ്. അപ്പോൾ y കോർഡിനേറ്റ് സെയിം ആണ്. ഈക്വൽ ടു ഏതിലേ മാറ്റം ഉണ്ടാവുള്ളൂ? സ്ലോപ്പിൽ മാത്രമേ മാറ്റുള്ളൂ. സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് നേരത്തെ നമ്മൾ സ്ലോപ്പ് എഴുതിയത് ടാൻജൻ്റെ സ്ലോപ്പ് എഫ് ഡാഷ് എക്സ് നോട്ട് ആയിരുന്നു. അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് നെഗറ്റീവ് 1 എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതാണ് നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ടാൻജൻ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ 4 കാര്യങ്ങൾ, 4 ഫോർമുല ഓർത്ത് വെക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ടോപ്പിക്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 4 ഫോർമുലയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് നോട്ട്. Then slope of the normal, its reciprocal, minus 1 f dash x naught. Then third formula, equation of tangent line is, that means equation of the tangent line at x naught, y minus y naught equal to f dash x naught into x minus x naught. Then equation of the normal line at the point x naught, that is y minus y naught equal to, എന്തേ വ്യത്യാസമുള്ളൂ? ഇതിൻ്റെ സ്ലോപ്പിൽ മാത്രമേ വ്യത്യാസം. അപ്പം -1 എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഈ 4 ഫോർമുലയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് ആണ് ഇനി അടുത്ത ഒരു സെഷനിൽ നമുക്ക് പഠിക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദി കർവ് y ഈക്വൽ ടു 3x⁴ മൈനസ് 4x അറ്റ് x ഈക്വൽ ടു 4. And we know that slope of the tangent, formula എന്താ? Slope of the tangent equal to dy by dx or f dash x at x equal to x naught. ഇതാണ് നമ്മുടെ ഫോർമുല. Therefore, we find out dy by dx. dy by dx is equal to 3 into 4x cube minus 4 into derivative of x 1, 4 minus 4. That is equal to 12x cube minus 4. ഇനി ഏത് പോയിന്റിലുള്ള ഡെറിവേറ്റീവാണ് നമുക്ക് വേണ്ടത്? അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 4. ആ വാല്യൂ ഈ ഡെറിവേറ്റീവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, dy by dx at x equal to 4, that's equal to 12 into 4 cube minus 4, that's equal to 768 minus 4, that is equal to 764. നമുക്ക് സ്ലോപ്പ് അറ്റ് ദി പോയിൻ്റ് കിട്ടി. ആ 4 എന്നുള്ള പോയിന്റിലുള്ള സ്ലോപ്പാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. Therefore, slope of the tangent is 764. Second question, find the slope of the normal to the curve y equal to x cube minus 3x plus 2 at the point whose x coordinate is 3. Therefore, first we will find out dy by dx. dy by dx is equal to 3x square minus 3. Then at x equal to 3, dy by dx is equal to 3 into 3 square minus 3. That is equal to 27 minus 3 equal to 24. And this is the slope of the tangent ആണ് dy by dx. നമുക്ക് വേണ്ടത് എന്താ? സ്ലോപ്പ് ഓഫ് ദി നോർമലാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? Therefore, slope of the normal equal to -1 by dy by dx. That is equal to -1 by 24. That is the slope of the normal.
ഈ സെക്ഷനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഒരു സെഷനിൽ നമുക്ക് കുറച്ചുകൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദി കർവ് x ഈക്വൽ ടു 1 മൈനസ് a സൈൻ തീറ്റ y ഈക്വൽ ടു b cos സ്ക്വയർ തീറ്റ അറ്റ് തീറ്റ ഈക്വൽ ടു π/2. ഇവിടെ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ വേണം നമുക്ക് dy/dx കാണണമെങ്കിൽ. അപ്പോൾ നോക്കാം, നമുക്ക് അടുത്ത dy/dx എങ്ങനെ കണ്ടുപിടിക്കാം. dy/dx ഈക്വൽ ടു dy/dx ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല dy/d θ ഡിവൈഡഡ് ബൈ dx/d θ. പാരാമെട്രിക് ഫോർമുല ഉപയോഗിക്കണം നമുക്ക്. എങ്ങനെ dy/d θ കണ്ടുപിടിക്കും, dx/d θ കണ്ടുപിടിക്കും നോക്കാം. dx/d θ dx/d θ ഈക്വൽ ടു 1 ഡെറിവേറ്റീവ് ഓഫ് 1 ഈസ് 0 നെഗറ്റീവ് a സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. therefore dx/d θ ഈസ് നെഗറ്റീവ് a കോസ് തീറ്റ. dy/d θ ഈക്വൽ ടു b is a constant, cos സ്ക്വയർ തീറ്റ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ യൂസ് ചെയ്യണം. 2 cos തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ നെഗറ്റീവ് സൈൻ തീറ്റ. therefore it is equal to നെഗറ്റീവ് 2b സൈൻ തീറ്റ കോസ് തീറ്റ then dy/dx. therefore dy/dx is equal to നെഗറ്റീവ് 2b സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് a കോസ് തീറ്റ. therefore 1 cos theta get cancelled and you can write 2b by a sin theta. നമുക്ക് കാണേണ്ടത് dy/dxൻ്റെ വാല്യൂ അറ്റ് തീറ്റ ഈക്വൽ ടു π/2 ആണ്. therefore at തീറ്റ ഈക്വൽ ടു π/2 എന്താണ് dy/dx വരിക. dy/dx is equal to 2b by a sin theta sin π/2. that is equal to sin π/2 വാല്യൂ 1 ആണ്. അപ്പോൾ 2b by a എന്ന് വരും. therefore slope of the tangent is 2b by a. നമുക്ക് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, നമ്മുടെ ചോദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് കാണാനായിരുന്നു. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആൻസർ കിട്ടിയിട്ടുള്ളത് 2b by a. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ. അപ്പോൾ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് ഏതാണെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്ത് dy/dx കാണുക, ആ പോയിൻ്റ് അതിൽ കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് കിട്ടുള്ളൂ.